ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ലൈംഗികതയിൽ അടിവസ്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ലൈംഗികതയിൽ, അതായത് നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ അടിവസ്ത്രത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. പുരുഷന്മാർക്ക് പലപ്പോഴും സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് പ്രത്യേക ഫാൻറ്റസികൾ ഉണ്ടാകാറുണ്ട്. സിൽക്ക് സ്റ്റോക്കിങ്സ്, അതുപോലെ തന്നെ ഹൈ ഹീൽസ് അല്ലെങ്കിൽ ഫ്രഞ്ച് മെയ്ഡിൻ്റെ വേഷം, ഇവ പുരുഷൻ്റെ ലൈംഗിക താല്പര്യത്തെ ഉണർത്തും. ഒരു പുരുഷൻ്റെ അടിവസ്ത്രം ബോക്സറോ ബ്രീസോ ബീക്കിനി സ്ലിപ്സോ അവളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു ബോക്സർ ഷോർട്ട് ധരിക്കുമ്പോൾ അത് അവളുടെ ലൈംഗിക താല്പര്യത്തെ വർദ്ധിപ്പിക്കുകയും ആ വ്യക്തിയോടുള്ള അടുപ്പം കൂട്ടുകയും ചെയ്യുന്നു. ഒരു സ്ത്രീ ഗ്രാനി പാൻറ്റീസ് ധരിക്കുന്നത് ഒരു പുരുഷൻ്റെ ലൈംഗിക താല്പര്യത്തെ കുറക്കുന്നത് പോലെ ഒരു പുരുഷൻ്റെ തെറ്റായ അടിവസ്ത്രം തിരഞ്ഞെടുക്കൽ സ്ത്രീയുടെ മാനസികാവസ്ഥയെ ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീയും പുരുഷനും ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ അവരുടെ സ്വകാര്യ സമയത്ത് ഇതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ ശ്രദ്ധിക്കുക. അവരുടെ സ്വകാര്യ സമയത്ത് അവർ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ പരസ്പരം ലൈംഗിക താല്പര്യം രണ്ടുപേരിലും ഉണർത്തുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല താല്പര്യം ഉണർത്തും. അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പങ്കാളിയോട് അവൾക്ക് ഏത് തരം അടിവസ്ത്രമാണ് എന്നിൽ കാണാൻ ഇഷ്ടമെന്ന് ചോദിക്കുക. ഏത് തരം അടിവസ്ത്രമാണ് എന്നിൽ കാണാൻ ഇഷ്ടമെന്ന് പങ്കാളിയോട് ചോദിക്കുക. ഇതൊരു രസകരമായ ലൈംഗികമായ സംഭാഷണത്തിന് തുടക്കമിടും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള സംസാരം അവരുടെ സ്വകാര്യ സമയത്ത് അവർക്ക് ഇങ്ങനെ സംസാരിക്കാം. ബെഡ്റൂമിൽ നിന്നാവട്ടെ, അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിലൊക്കെ അവർക്ക് ഏർപ്പെടാം. ഉദാഹരണമായിട്ടാണ് ഈ പറഞ്ഞത്, പങ്കാളിയോട് ഏത് തരം അടിവസ്ത്രം ഞാൻ ധരിക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടം, ഏത് തരം അടിവസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. എന്നിട്ട് ആ താല്പര്യത്തിനനുസരിച്ച് വഴങ്ങുക. അപ്പോൾ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ വ്യത്യസ്ത തരം അടിവസ്ത്രങ്ങൾ പരീക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം ബോക്സർ, മറ്റൊരു ദിവസം ബ്രീഫ്, അല്ലെങ്കിൽ ഒരു ബീക്കിനി സ്ലിപ്പ്, അങ്ങനെയുള്ള പ്രത്യേക തരം അടിവസ്ത്രങ്ങൾ മാറി മാറി ധരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ അടിവസ്ത്രം തിരഞ്ഞെടുക്കുന്നത് ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ഇതിന് ലൈംഗിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നത് മനസ്സിലാക്കുക. പരസ്പരം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഒരു അടിവസ്ത്രം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും വലിയ, അതായത് ലൈംഗികതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ലൈംഗികതയിൽ എന്ന് തന്നെ പറയാം, അവരുടെ അടിവസ്ത്രത്തിൻ്റെ പ്രാധാന്യം ചെറുതൊന്നുമല്ല, വലുത് തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ലൈംഗികത പൂർണ്ണമായിട്ട് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് പരസ്പരം അവരുടെ സ്വകാര്യ നിമിഷം പൂർണ്ണമായിട്ടും ആസ്വദിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും സംസാരിച്ചും അവർ ചിലവഴിക്കുന്ന അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇതുപോലുള്ള സംസാരങ്ങളും അതുപോലെ തന്നെ പരസ്പരം ഇഷ്ടപ്പെട്ട വസ്ത്രധാരണങ്ങളൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അവരുടെ ലൈംഗികതയിൽ വളരെയേറെ സന്തോഷം കൊണ്ടുവരും ഈ കാര്യം. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.